നമ്മുടെ നാട്ടിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ കുറച്ച് വില കൂടിയതാണ് അല്ലേ, സമൂഹത്തിൽ കുറച്ച് ഡിഗ്നിറ്റിയൊക്കെ ഉണ്ട് എന്നാണ് വെപ്പ്. അപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ കൂടുതലായിട്ടും വിരമിക്കുന്നത് മെയ്യിലാണ്. അപ്പോൾ ഈ വരുന്ന മെയ് 31 ഒരു കൂട്ട വിരമിക്കൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഒരു വലിയ എമൗണ്ട് സർക്കാർ അവർക്ക് നൽകേണ്ടി വരും. സത്യത്തിൽ നമ്മുടെ സംസ്ഥാനം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. എന്തായിരിക്കും ഈ മെയ് 31 ഒരു കൂട്ട വിരമിക്കൽ നടക്കുമ്പോൾ സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥ? 16,000-ൽ ഏറെ ജീവനക്കാർ ഒന്നിച്ച് വിരമിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ 16,638 പേർ മെയ് 31 സർക്കാർ സർവീസിലെ അവരുടെ ദീർഘകാലത്തെ പ്രവർത്തനം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. സാധാരണഗതിയിൽ ഈ പെൻഷനാകുന്നവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ 30 ദിവസത്തിനകം കൊടുക്കണം എന്നാണ് വ്യവസ്ഥ. അപ്പോൾ ഇത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 10,000 കോടി രൂപയുടെ ഒരു ബാധ്യതയാണ്. പെട്ടെന്ന് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 10,000 കോടി രൂപ ഒന്നിച്ച് കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥമാണ്. ഇപ്പോൾ തന്നെ വളരെ ദുർബലവും അവശവുമായാണ് നമ്മുടെ ഖജനാവിൻ്റെ സ്ഥിതി. ദൈനംദിന ചെലവുകൾക്ക് പോലും കടമെടുക്കേണ്ട ഒരു സംസ്ഥാനം ഇത്രയും ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഒന്നിച്ചെങ്ങനെ നേരിടും? അതൊരു വലിയ ക്രൈസിസാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇപ്പോൾ ഇത് കൂനിന്മേൽ കുരു എന്ന തരത്തിലുള്ള പ്രതിസന്ധിയാണ്. അതായത് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് പൈസ കൊടുക്കുന്നതാണ് നിർത്തിവെച്ചേക്കുന്നു. കടമെടുക്കുവാനുള്ള അവകാശവും എത്ര വരെ കടമെടുക്കാനുള്ള പരിധിയും ഇനി അറിയിച്ചിട്ടില്ല. അപ്പോൾ ഇലക്ഷനറിങ് രാജ്യം മുഴുവൻ നടക്കുന്നു. നമ്മുടെ കേന്ദ്ര ഭരണാധികാരികളൊക്കെ അവരുടേതായ കൃത്യാന്തര ബാഹുല്യത്തിലാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ കമ്മ്യൂണിക്കെ പലതും കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് പറയുന്നു. അറിയിപ്പ് അവർ വെയിറ്റ് ചെയ്യുകയാണ്. അത് കിട്ടിയാൽ പോലും ഈ 10,000 കോടിയുടെ ഒറ്റയടിക്കുള്ള ബാധ്യത എങ്ങനെയാണ് നിർവഹിക്കുക? സംസ്ഥാനത്ത് ഉടനീളം ഇപ്പോൾ മരാമത്ത് പണികളടക്കം സ്തംഭനത്തിലാണ്. പൈസയില്ലാത്ത റോഡ് നിർമ്മാണം, കെട്ടിട നിർമ്മാണം, സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾ അടക്കം മുടങ്ങിക്കിടക്കുകയാണ്. ജൂൺ 1 വീക്കിൽ സ്കൂൾ തുറക്കാൻ സജ്ജമാകണം. ഒരു സ്കൂളും മെയിൻ്റനൻസ് വർക്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല. എല്ലാം പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ സ്കൂൾ റൂമിൽ മൂർഖൻ പാമ്പിനെ കണ്ട നാടാണിത്. അപ്പോൾ അവിടെ വേണ്ടത്ര അറ്റകുറ്റപ്പണികൾ ചെയ്യണം. സ്കൂളുകളുടെ ഭിത്തി വൈറ്റ് വാഷ് ചെയ്യണം. കുട്ടികൾ വന്നു ചേരേണ്ടതല്ലേ. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതൊരു അഡീഷണൽ ബാധ്യതയായിട്ട് വരികയാണ്. ഇത് ആൾ ഓഫ് എ സഡൻ വരുന്നതല്ല, മുൻകൂട്ടി കാണുന്നതാണ്. എത്ര ജീവനക്കാർ ഇത്ര തീയതി വിരമിക്കും എന്നതറിയാം. അധ്യാപകരുടെ കൂട്ടവിരമിക്കലിന് ശേഷമാണിത് വരുന്നത്. അവർ മാർച്ച് 31 അവരുടെ കഴിഞ്ഞു. അപ്പോഴാ രണ്ടാമതാണ്. അത് ചെറിയ എമൗണ്ട് അല്ല വേണ്ടുന്നത്, 10,000 കോടി രൂപ വേണം. അപ്പോൾ ഇതിൽ 1,20 ലക്ഷം രൂപ വരെ 120 ലക്ഷം രൂപ വരെ പെൻഷൻ ആനുകൂല്യം ഒന്നിച്ച് നൽകേണ്ട ജീവനക്കാർ വരെ ഉണ്ട് ഇതിൽ. മിനിമം. അപ്പോൾ മിനിമം 4.25 കോടിയാണോ? 1.25 കോടി വരെ. അപ്പോൾ ഏറ്റവും വലിയ ഒരു പെൻഷൻ ആനുകൂല്യം ഒരു സംസ്ഥാന ജീവനക്കാരന് 1.25 കോടി വരെ കിട്ടാം. അപ്പോൾ 40 ലക്ഷം മുതൽ 1.25 കോടി വരെ ഇത് ഒന്നിച്ചു കൊടുക്കണം ഇത്രയും ആളുകൾക്ക്, 16,638 പേർക്ക്. ഈ ബാധ്യത എങ്ങനെ ഗവൺമെൻറ് ഏറ്റെടുക്കും ഈ നിലയിൽ? ഇതിന് 2-3 മാർഗങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ചിന്തയിലുണ്ട്. ഒന്ന്, പെൻഷൻ പ്രായം 1 വർഷം കൂട്ടാം. ഇപ്പോൾ 56 വയസ്സിലാണ് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ വിരമിക്കുന്നത്. ഈ വിരമിക്കൽ പ്രായം 1 വർഷം നീട്ടിയാൽ തൽക്കാലം ഒരു 12 മാസത്തേക്ക് ഈ ബാധ്യതയിൽ നിന്ന് തലകൂരാം. എന്തു പറയുക, പെൻഷൻ പ്രായം ഏകീകരിക്കുകയാണെന്ന് പറഞ്ഞിട്ടോ? പല വാചകങ്ങൾ പറയാം. പെൻഷൻ പ്രായം ഇപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ 58 വയസ്സാണ്. തമിഴ്നാട്ടിലും കർണാടകത്തിലും ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 58ആണ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തിലും അങ്ങനെയല്ലേ? കേരളത്തിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ KSRTC, KSEB ഇവിടെയൊക്കെ 58ആണ്. കേന്ദ്ര ജീവനക്കാർ 60-ാം വയസ്സിലാണ് പെൻഷനാകുന്നത്. അപ്പോൾ ഇവിടുത്തെ 56-57 ആക്കാൻ പറ്റും. മറ്റേ മോഹൻദാസ് കമ്മീഷൻ അങ്ങനെ ഒരു ശുപാർശയും സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട്.
പക്ഷേ അത് നടപ്പാക്കാൻ ഗവൺമെൻറ്റിന് പറ്റുന്നില്ല. പലതരം പ്രഷറാണ്. ഒന്ന് യുവജന സംഘടനകൾ എതിർക്കും. അതെ അതെ, ജോലി അവസരം നിഷേധിക്കപ്പെടും. അതാണ് പ്രധാനപ്പെട്ട ഒരു എതിർപ്പ്. അപ്പം അത്തരം കാരണം കൊണ്ട് ഗവൺമെൻറ് ഇതിനെ എങ്ങനെ നേരിടും? പിന്നെ ഗവൺമെൻറ് കയ്യിലുള്ള മറ്റൊരു നിർദ്ദേശം, ഈ വിരമിക്കുന്ന ജീവനക്കാരുടെ തുക ട്രഷറിയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടിക്കുക. അപ്പോൾ അവർക്ക് ഒരു ഹയർ എമൗണ്ട് പലിശ വാഗ്ദാനം ചെയ്താൽ ഒരു വർഷത്തേക്ക് ആ തുക നിങ്ങൾ അവിടെ നിക്ഷേപിക്കുന്നു. അപ്പോൾ വിരമിക്കുമ്പോൾ അവർക്കെല്ലാം ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് വരുമ്പോഴല്ലേ അപ്പോൾ നോക്കാം എന്ന് ഒരു നിർദ്ദേശം വയ്ക്കാം. അതിന് വഴങ്ങുന്ന ജീവനക്കാർ വളരെ കുറവായി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അവർ റിട്ടയർ ആകുമ്പോൾ കിട്ടുന്ന പൈസ ഉപയോഗിച്ച് പല കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് മക്കളുടെ വിവാഹം, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ബാധ്യത തീർക്കുക, അല്ലെങ്കിൽ മകനെ വിദേശത്തേക്ക് വിടുന്നത്, അങ്ങനെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുള്ള നാട്ടിൽ ഇത് കൂടുതലും അങ്ങനെയുള്ളവരാണ്. അപ്പോൾ ഇത് പ്രായോഗികമാണോ? അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ, കാരണം പെൻഷൻ ആകുന്നതിന് മുമ്പേ അവർക്ക് പെൻഷൻ ആനുകൂല്യത്തെ വെച്ച് കണക്കുകൂട്ടൽ തുടങ്ങും. സാധാരണക്കാരായ ഉദ്യോഗസ്ഥർ കൂടുതൽ വരും. അങ്ങനെ കണക്കുകൂട്ടൽ തുടങ്ങി അതിൻ്റെ പ്ലാനും പദ്ധതിയാക്കിക്കൊണ്ടാണ് പെൻഷൻ ഡേറ്റ് കാത്തിരിക്കുന്നത്. അപ്പോൾ അവരോട് ഈ തരം ന്യായം പറഞ്ഞാൽ വില പോകില്ല. പിന്നെ പെൻഷൻ കൊടുക്കാതിരുന്നാൽ ഗവൺമെൻറ് കേസിൽപ്പെടും. അതെന്താ? അത് പെൻഷൻ ആനുകൂല്യം നിശ്ചിത ദിവസത്തിനകം കൊടുക്കണമെന്നൊരു സ്റ്റാറ്റ്യൂട്ടറി ഓർഡർ നിലവിലുണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്യാം. അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു അതുകൊണ്ടാണ് ഈ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന നിർദ്ദേശത്തിലേക്ക് വരുന്നത്. അപ്പം കേസിൽ ഉണ്ടായാൽ അത് ഗവൺമെൻറ്റിന് കുഴപ്പമുണ്ടാവും. അപ്പോൾ അതൊഴിവാക്കാൻ ഡെപ്പോസിറ്റാണ് ഒരു നിർദ്ദേശം. പിന്നെ ഇല്ലെങ്കിൽ പെൻഷൻ പ്രായം കൂട്ടിക്കൊടുക്കാം. ഒന്നുകിൽ പെൻഷൻ പ്രായം കൂട്ടാം, അതൊരു എളുപ്പ വഴിയാണ്. എതിർപ്പുകളെയൊക്കെ പറഞ്ഞു നിൽക്കാൻ പറ്റുമെങ്കിൽ 57 ആക്കുന്നതിൽ ജീവനക്കാർക്ക് സന്തോഷം. 12 സാലറിയും കൂടെ കിട്ടും. പിന്നെ പെൻഷൻ എമൗണ്ട് കുറച്ചുകൂടെ വലുതാവും. 12 സാലറിയും കൂടെ അതിനകത്ത് കമ്പ്യൂട്ട് ചെയ്ത് വരുമ്പോൾ അപ്പോൾ ഒരു ചെറിയ ആഹ്ലാദം. പിന്നെ ഒരു കൊല്ലം കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. സത്യത്തിൽ വളരെ ശാസ്ത്രീയമായി നമ്മൾ ചിന്തിച്ചാൽ പെൻഷൻ പ്രായം ഉയർത്തേണ്ടത് അത്യാവശ്യമാണ്. സർക്കാരിൻ്റെ അത്യാവശ്യം അങ്ങനെ അല്ല, സ്റ്റേറ്റിൻ്റെ പൊതുവായിട്ടും ജീവനക്കാർക്ക് ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി മാത്രമല്ല. നമ്മുടെ ആയുർദൈർഘ്യം എത്രയോ കാലമായി വർദ്ധിച്ചിരിക്കുന്നു. ഇത് ഏത് കാലത്താണ് ഈ 55 വയസ്സ് ആയിരുന്നു നേരത്തെ. അത് പിന്നെ തോമസ് ഐസക്കിൻ്റെ കാലത്താണ് 56 ആക്കിയത്. അന്ന് മുതൽ 58, 60 എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയെങ്കിലും 56 നിർത്തിയതാണ്. അതൊരു കോംപ്രമൈസ് പോലെ. ഇന്ന് ഒരു മനുഷ്യൻ 60 വയസ്സ് കഴിഞ്ഞാലും അയാൾക്ക് ക്രയശേഷിയുണ്ട്. അന്നത്തെ കാലത്ത് ഈ അസുഖങ്ങളൊക്കെ വന്നാൽ ഒന്ന് പെട്ടെന്ന് അന്നൊരു ശരാശരി ആയുർദൈർഘ്യം മനുഷ്യൻ്റെ വളരെ കുറവായിരുന്ന ഒരു കാലത്ത് എന്ന് നിശ്ചയിച്ചതാണ് ഈ പെൻഷൻ. ഇപ്പോൾ കേന്ദ്രമൊക്കെ 60 വയസ്സിൽ നിജപ്പെടുത്തി കഴിഞ്ഞു. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ 65 വയസ്സാണ്. അമേരിക്കയിലൊക്കെ 65 വയസ്സാണ്. UK 65 വയസ്സാണ്. അപ്പോൾ അമേരിക്കയുടെ ആയുർദൈർഘ്യത്തിന് തുല്യമാണ് ഒരു മലയാളിയുടെ ആയുർദൈർഘ്യം ഇപ്പോൾ. അപ്പോൾ പരിഷ്കൃത രാജ്യങ്ങളിലെ പെൻഷൻ സമ്പ്രദായം ഇവിടെ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല? കാരണം ഇവിടെ തൊഴിലില്ലാതെ കാത്തു നിൽക്കുന്നവരുടെ എണ്ണമാണ് വളരെ കൂടുതൽ. അപ്പോൾ അവർക്ക് തൊഴിലവസരം കൊടുക്കുവാൻ വേണ്ടി ഇപ്പോഴിരിക്കുന്നവർ എത്രയും വേഗം ഒഴിയണം. അത് എന്തൊരു ന്യായമാണ്? ഒരു മനുഷ്യന് ഏറ്റവും നന്നായിട്ട് അധ്വാനിക്കാൻ പറ്റുന്ന സമയം, അയാളുടെ ക്രയശേഷി, അയാളുടെ അനുഭവം, ഇതെല്ലാം ആവശ്യത്തിന് സർക്കാരിന് പ്രയോജനപ്പെടുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഒരു 55 വയസ്സിന് ശേഷമുള്ള ഒരു പീരീഡിലാണ്. ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം കാലം ഒരാളുടെ വിരമിക്കൽ തീയതി നീട്ടിക്കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ വേറെ ഒരു ഗവൺമെൻറ്റിന് വേറൊരു മെക്കാനിസം ഇതിലേർപ്പെടുത്താം. ഇപ്പം നമുക്ക് ജോലി കിട്ടാൻ, അത് യുവാക്കൾക്കും കൂടി സ്വീകാര്യമാകും. ജോലി കിട്ടാൻ ഇന്നത്തെ കാലത്ത് വലിയ പ്രയാസമാണ്, ഒരു സർക്കാർ ജോലി കിട്ടുക. കാരണം PSCക്ക് ഒരു ടെസ്റ്റ് എഴുതി കാത്തു നിൽക്കണം. എത്രയോ കാലം കാത്തു നിന്നല്ല ഒരു PSCയിൽ റാങ്ക് ലിസ്റ്റ് വരിക, പിന്നെ അതിൻ്റെ നിയമനം നടക്കാൻ എത്രയോ സമയമെടുക്കും. അപ്പോൾ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 3 ഇയേഴ്സ് കഴിഞ്ഞാലേ അതിലൊരു നിയമനമാകുന്നുള്ളൂ. അപ്പോൾ ഈ എന്നെങ്കിലും ജോലി കിട്ടുന്ന ആളിന് അപ്പോൾ കിട്ടിക്കോട്ടെ, പക്ഷേ അയാൾക്ക് മിനിമം സർവീസ് ഗ്യാരണ്ടി ചെയ്യണം. മിനിമം സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ജീവനക്കാരനായിട്ട് ഒരാൾ എൻട്രി ചെയ്യുന്ന ഒരാൾക്ക് 30 ഇയേഴ്സ് മിനിമം അയാൾക്ക് ജോലി ചെയ്യാൻ കൊടുക്കണം. അപ്പം 40-ാം വയസ്സിലാണ് കയറുന്നതെങ്കിലും 70 വയസ്സ് വരെ ജോലി ചെയ്യാം. 35 വയസ്സിലാണെങ്കിൽ അയാൾക്ക് 65 വയസ്സിൽ വിരമിച്ചാൽ മതി.
25 വയസ്സിൽ ചേർന്നവൻ 55 വയസ്സ് വിരമിച്ചിട്ട്. ആ. അപ്പം സർക്കാർ സർവീസിലെ ടോട്ടൽ സർവീസ് പീരീഡ് ഫിക്സഡ് ആക്കി വെക്കുക. അപ്പോൾ ഏത് വയസ്സിലും റിട്ടയർ ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള കൂട്ടവിരമികളും കുറയും അങ്ങനെ വന്നാൽ. അപ്പോൾ ഈ തരം ഒരു പ്രപ്പോസൽ ഗവൺമെൻറ് മുന്നിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ആലോചിക്കാവുന്നതാണ്. അപ്പോൾ അത് യുവാക്കൾക്കും സ്വീകാര്യമാകും. അപ്പോൾ 2 വർഷം കഴിഞ്ഞ് ജോലി കിട്ടിയാലും സാരമില്ല. നമുക്ക് ഒരാളിനെ സർക്കാർ സർവീസ് സാധാരണ നിലയിൽ നിജപ്പെടുത്തുക. ഇത്ര വർഷം ഗവൺമെൻറ്റിൽ സർവീസിൽ എൻട്രി ചെയ്യുന്ന ഒരാളിന് 30 ഇയേഴ്സ് അല്ലെങ്കിൽ 32 ഇയേഴ്സ് എന്നും തിട്ടപ്പെടുത്തുക. അപ്പോൾ അത് സാമാന്യ നീതിയാവും. എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു പെൻഷനും കിട്ടും. ഒരാൾക്ക് 1,20,00,000 വേറൊരാളിന് 40 ലക്ഷവും ആയി പോകത്തില്ല പെൻഷൻ ആനുകൂല്യം. അപ്പോൾ മാസം തോറും കിട്ടുന്നതിലും എല്ലാവർക്കും തുല്യമാകും. അവരുടെ സർവീസ് കാലാവധി അനുസരിച്ചല്ലേ പെൻഷൻ. അതെ അതെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഇതുവരെയും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ വരാഞ്ഞതെന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരെയും ഇത് കൺവിൻസ് ചെയ്യാം. നിനക്ക് ജോലി കിട്ടാൻ 2 കൊല്ലം കഴിഞ്ഞാലും പേടിക്കാനില്ലല്ലോ. നിനക്ക് 30 വർഷം ജോലി ചെയ്യാം. ഇങ്ങനെ ഒരു വ്യവസ്ഥ ഇതിന് കൊണ്ടുവരാവുന്നതാണ്. അല്ല സാറേ, ഇതിപ്പോൾ എന്തായാലും കൂട്ടവിരമിക്കലിൻ്റെ കാര്യത്തിലും ഈ പറയുന്ന ട്രഷറി അക്കൗണ്ടിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കണമെങ്കിൽ സർക്കാർ തീരുമാനം എടുക്കണം. അപ്പോൾ സർക്കാരിന് നാഥനില്ലല്ലോ. നാഥന് 10-15 ദിവസം കഴിഞ്ഞില്ലേ വരുള്ളൂ. അപ്പോഴേക്കും ഇത് ഇത് സംബന്ധിച്ച് കേരളമതി ഇന്ന് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടുണ്ട്. അതിൽ പറയുന്നത് വിദേശത്തുള്ള മുഖ്യമന്ത്രി തിരിച്ചു വന്നാൽ ഉടനെ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഈ കൂട്ടവിരമിക്കലും അവരുടെ ആനുകൂല്യവും എങ്ങനെ നേരിടാം എന്നതായിരിക്കും. അപ്പോൾ അത്രയും ഗൗരവമുള്ളൊരു കാര്യമാണിത്. അതെ. ഇപ്പോൾ സംസ്ഥാനത്ത് ഭരണം നടക്കുന്നില്ല. ഭരണത്തലവനും ഇല്ല, 2 മന്ത്രിമാരും ഇല്ല. ഏറെക്കുറെ അനാഥമായൊരവസ്ഥയാണ്. പക്ഷേ മുഖ്യമന്ത്രി മടങ്ങി വന്നാൽ ആദ്യമായി ശ്രദ്ധിക്കുന്ന പ്രധാന വിഷയങ്ങളിലൊന്നിതാണ്. പക്ഷേ എങ്ങനെ പരിഹരിക്കും എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യവുമാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും ഈ മെയ് 31 കൂട്ടവിരമിക്കൽ നടക്കുന്നു. ഇതിനകത്ത് വേറൊരു വിഷയം കൂടെ ഉണ്ട്. ഇത്രയും 16,638 പേർ ഒന്നിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ അത്രയും വേക്കൻസി അവിടെ നിൽക്കുക സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിൽ വരികയാണ്. ഇത് ഫില്ല് ചെയ്യാനുള്ള ഒരു അവസരവും ഗവൺമെൻറ് അവകാശം വേണം. ഒരു വാർ ഫൂട്ടിങ്ങിൽ ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെ എല്ലാം അത് ബാധിക്കും. അത്യാവശ്യം ആളുകൾ വേണ്ടുന്ന പല ഡിപ്പാർട്ട്മെൻറ്റും. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ ഒരു സ്റ്റൈൽ അനുസരിച്ചാണ് പിൻവാതിൽ നിയമനം നടത്താനുള്ള എളുപ്പവഴികളും ഇത്രയും ജീവനക്കാർ. അപ്പോൾ അതാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ എന്തായാലും 16,630 ജീവനക്കാർ വിരമിക്കുമ്പോൾ ഒരു വലിയ സാമ്പത്തിക ബാധ്യത സർക്കാരിന് വരുന്നുണ്ട്. ഈ ബാധ്യത എങ്ങനെ തരണം ചെയ്യാമെന്നാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ട്രഷറിയിൽ നിക്ഷേപം എന്ന് പറയുന്നത് ഒരു വലിയ ഓപ്ഷനാണ്. പക്ഷേ അത് എത്ര പേര് സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ പലർക്കും പല പ്ലാനും പദ്ധതികളും ഒക്കെ ഉണ്ടാവും. എന്തായാലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ തൽക്കാലം ഇവിടെ നമുക്ക് നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.